Hello friends, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ്. കാരണം എൻ്റെ അറിവിൽ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെത് എടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്രയും നല്ലൊരു ഓയിലാണ്. എൻ്റെ അനിയത്തിക്ക്, എൻ്റെ നാത്തൂന്മാർക്ക്, പിന്നെ എന്ത് പറയുക, താട്ടന്മാർക്ക്, ചേച്ചിമാർക്ക്, അങ്ങനെ എല്ലാവർക്കും, പിന്നെ വീടിൻ്റെ അടുത്തുള്ളവർക്ക്, ആൻറ്റിമാർക്ക്, ഫ്രണ്ട്സുകൾക്ക്, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അടിപൊളി ഓയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്തായാലും ഓയിൽ ഇപ്പം ഇനി ഉണ്ടാക്കുകയാണ്. കാരണം എൻ്റെ കയ്യിലുള്ളത് തീർന്നു പോയി. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് ഉണ്ടാക്കണുള്ളൂ. കാരണം ഞാനിപ്പോൾ ഇവിടെയാണ്, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഏതായാലും ഉണ്ടാക്കില്ല. അപ്പോൾ നിങ്ങൾക്കും അത് കാണിച്ചു തരാൻ വിചാരിച്ച് ഈ മഞ്ഞൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഓയിൽ ഉണ്ടാക്കുന്നത്. ഞാൻ സ്വതവേ ആ ഓയിലിനെ മഞ്ഞളെണ്ണ എന്നാണ് പറയാറ്. അതിൻ്റെ പേരൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അത്രയും നല്ലൊരു ഓയിലാണ്. കാരണം എൻ്റെ മുഖക്കൊന്ന് കരിവാളിപ്പ് വരുമ്പോൾ ഞാനെടുത്ത് തേക്കുന്ന സംഭവമാണത്. കാരണം 2 ആഴ്ച തേച്ചാൽ തന്നെ നല്ല നിറം നമുക്ക് കിട്ടും. പിന്നെ സ്ഥിരം തേച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിറവും കൂടും. അങ്ങനത്തെ ഒക്കെ ഒരു ഓയിലാണ്. പക്ഷെ ഞാൻ സ്ഥിരം തേക്കാറില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഓയ്യോ ഞാനൊന്ന് കറുത്തണമല്ലോ എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് ഞാൻ ആ ഓയിൽ തേക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾ, ആര്യവേപ്പിൻ്റെ ഇല, പേരക്കൻ്റെ ഇല, വെളിച്ചെണ്ണ, ഈ 4 സാധനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഓയിൽ ഉണ്ടാക്കൽ. പേരക്കൻ്റെ ഇല നമുക്ക് ഓപ്ഷണലാണ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുക്കാം, കിട്ടിയില്ലെങ്കിൽ വേണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും ആര്യവേപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇത് ഉണ്ടാക്കണം വിചാരിച്ച് നിന്നപ്പോൾ ആ മരത്തുമ്പോൾ ആര്യവേപ്പിന് നല്ല മേലെയാണ്. അപ്പോൾ നമുക്ക് പറിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി പോയി അത് പറിച്ചിട്ട് വരാം. പേരക്കൻ്റെ ഇല കിട്ടുമോ നോക്കട്ടെ. വീട്ടിലത്തെ ആര്യവേപ്പിൻ്റെ മരം ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കത് എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ചെറിയ മരമാണ്. നമുക്ക് ഏതായാലും അത്യാവശ്യമുള്ള മരത്തിൽ നിന്ന് എടുക്കാം. ഈ കണ്ണ ആര്യവേപ്പ് മരത്തിൽ നിന്ന് കേട്ടോ ഞാൻ ആര്യവേപ്പ് എടുക്കുന്നത്. എന്താ പറയുക, അപ്പോൾ നമുക്ക് പേരക്കൻ്റെ ഇലയും കിട്ടിയിട്ടുണ്ട്. ഞാൻ വെറും 2 ഇല്ലി ആര്യവേപ്പിൻ്റെ ഇലയാണ് എടുക്കുന്നത്, അല്ലീത്തെ. അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല തുടച്ചെടുത്ത് വെള്ളമൊക്കെ പോക്കി കഴിഞ്ഞതിൻ്റെ ശേഷം അത് കഷ്ണാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾ മുറിച്ചിട്ടുണ്ട്. മഞ്ഞൾ വേണ്ടവർക്ക് ചതുക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചട്ടി ചൂടാക്കിയ അതിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മതി. അതിനെക്കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുക്കണതുള്ളൂ. പിന്നെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞളാണ്. അപ്പോൾ മഞ്ഞൾ ഇട്ടുകൊടുത്തിട്ട് മഞ്ഞൾ അതിലേക്ക് നല്ല വെളിച്ചെണ്ണയിലേക്ക് നല്ല ആവണം, ഇറങ്ങി വരണം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. കണ്ടോ, വെളിച്ചെണ്ണേൻ്റെ നിറം തന്നെ മാറിപ്പോയി. ആ മഞ്ഞൾ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലായി കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ പറയുക, അതിൻ്റെ കളറ് വ്യത്യാസമാവും, മഞ്ഞളുടെ കളറും വ്യത്യാസമാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇലകളൊക്കെ തീ കുറച്ച് വെച്ചിട്ട് ഒന്നിട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യുക. ഒരു ചെറിയൊരു തീയിലങ്ങോട്ട്, ചൂടുണ്ടാവില്ല, ചൂടിൽ അവിടെ കിടന്നിട്ട് ആയിക്കോളും. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ പറയുക, ആ ചൂടോടെ തന്നെ ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം ഈ വെളിച്ചെണ്ണ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടാട്ടോ അവിടെ നിൽക്കുന്നത്, ചട്ടിയിൽ കാണുന്നത്. അപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട്. തീ ഓഫാക്കി. അപ്പം ഞാൻ അത് ചൂടോടെ തന്നെ ഇത് അരിച്ച് മാറ്റണം. അപ്പോൾ ഇലേൻ്റെ മഞ്ഞളിൻ്റെ ഒക്കെ പരുവം കണ്ടില്ല നിങ്ങൾ, ഈ ഒരു പരുവത്തിലായിരിക്കും. അപ്പോൾ നമ്മളെ എണ്ണ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ നിറത്തിലൊക്കെ ആയിരിക്കും നമ്മളെ എണ്ണ കിട്ടുക. നല്ല മഞ്ഞളുണ്ടെങ്കിൽ അയിലും. അപ്പം ഞാൻ എന്താ പറയുക, മുഖമൊക്കെ ഒന്ന് ക്ലീനാക്കി വന്നിട്ടുണ്ട്. ഏതൊരു ഓയിലാണെങ്കിലും എന്താ പറയുക, ഫേസ് മാസ്ക് ആണെങ്കിലും എന്തിടാണെങ്കിലും നമ്മൾ മുഖം ഒന്ന് എന്താ പറയുക കഴുകണം, സോപ്പൊക്കെ ഇട്ട് കഴുകണം. അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് നേരം തേച്ച് ഇടുന്നുണ്ട്. ഒച്ച അനക്കൊക്കെ ഉണ്ടാകും മക്കളെ. എൻ്റെ പിള്ളേർ ഇവിടെ ഭയങ്കര കളിയിലാണ്. കുഞ്ഞനും ഗേങ്ങും ഭയങ്കര കളിയിലാണ്. നമുക്കിതൊന്ന് നല്ല തേച്ചിടാം. എന്ത് തേക്കുകയാണെങ്കിലും കഴുത്തിനും തേക്കണം നമ്മൾ. അങ്ങനെ ഞാൻ മുഖത്ത് തേച്ചിട്ടിട്ടുണ്ട്. ഏറിപ്പോയാലും ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ ഇങ്ങനെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി
എന്താ പറയുക കഴുകുകയോ കുളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുക. പിന്നെ എന്താ പറയുക ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് എന്താ പറയുക തേച്ച് കൊടുക്കുന്ന നല്ല എഫക്റ്റീവായ ഒരു സാധനമാണ് മഞ്ഞളെണ്ണ എന്നറിയണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് തേച്ച് കുറച്ച് കഴിഞ്ഞ് കഴുകി എൻ്റെ മുഖം വെളുത്ത് പാറുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ. കാരണം എന്തായാലും ഈ ഒരു വെളിച്ചെണ്ണ ഏറിപ്പോയാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം നിറം വെക്കും, ഇത് തേക്കുന്നതിനനുസരിച്ച് നിറം വെക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഞാൻ ഒരുപാട് കാലമായി ഇപ്പോൾ ഇത് തേച്ചിട്ട്. ഇപ്പോൾ ഞാൻ രണ്ടാമത് ഞാനൊന്ന് കറുത്തണല്ലോ എന്നൊക്കെ ഇത് ഡൗട്ട് അടിച്ചപ്പോഴാണ് ഞാനിത് തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക, തേച്ച് നോക്കുക. നിങ്ങൾക്കുണ്ടായ മാറ്റം എന്തായാലും നിങ്ങൾ കമൻ്റ് അടിക്കുക. അപ്പോൾ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സ്കിൻ കെയർ വീഡിയോ എന്തെങ്കിലും വരും വിചാരിക്കുന്നത്. അപ്പോൾ ടാറ്റാ.